Now let us go to the next unit, that is complex numbers. Complex number already നമ്മൾ കേട്ടിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിലോട്ട് വരുന്നത്? നമ്മുടെ റിയൽ ജനറലി നമ്മൾ എല്ലാത്തിനെയും കോംപ്ലക്സ് നമ്പർ തന്നെ നമ്മൾ പറയുന്നത്. നമ്മുടെ മെട്രിക്സിലോട്ടൊക്കെ വന്നപ്പോൾ അല്ലേ, എനി ദ എലിമെന്റ് ഈസ് എനി കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. അതിൻ്റെ അകത്ത് റിയൽ പാർട്ട് ഉണ്ട്, ഇമാജിനറി പാർട്ട് ഉണ്ട്. ഇമാജിനറി പാർട്ട് 0 ആണെങ്കിൽ ദാറ്റ്സ് എ റിയൽ നമ്പർ. ഓക്കെ, ദ നമ്പർ -1 occurs so often in mathematics that we give it a special symbol, that is I equal to root of -1. In early situation നമ്മൾ ഈ മൈനസ് വാല്യൂ വരുമ്പോഴത്തേക്കും അത് ഡിഫൈൻഡ് അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ ഉപേക്ഷിച്ചിരുന്നതാണ്. ആഫ്റ്റർ 17th സെഞ്ചുറിയിലോട്ടൊക്കെ വന്നപ്പോഴാണ് ഈ ഐയെ ഡിഫൈൻ ചെയ്ത് അതിനെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നത്, അതിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വന്നത്. ഓക്കെ, now come to a complex number. A complex number is any number that can be put in the form a plus ib. A plus ib form where a and b are real numbers. I equal to root of -1. The form a plus bi is called the standard form for complex number. The number a is the real part and b is called the imaginary part. Okay, and real part in by notation, this is re of z. Usually we use the letter z for the complex numbers. A plus ib. Is it clear? Yes, sir. Okay, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോവാണ്. If equality of two complex numbers, as usual നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുന്ന പോലെ a plus ib, c plus id are two complex. They are equal only when a plus ib equal to c plus id. Okay, only when the real parts are equal and the imaginary parts are equal. Okay. Okay. Now some examples. Find x and y if 3x plus 4i equal to 12 minus 8yi. That is real part in equate here, imaginary part in equate here. You can identify the value of x and y. Now come to the algebra of complex numbers. Addition of two complex numbers. See, corresponding elements add ചെയ്യുക, corresponding elements. Real part add ചെയ്യുക, then imaginary part add ചെയ്യുക. Right? Okay. ക്ലിയർ അല്ലേ? നമ്മളെ ഒത്തിരി സ്ലോ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി fraction also, a minus c, b minus d. Now come to the multiplication of two complex numbers. That is two complex numbers z1 a plus ib, z2 c plus id are multiplied as if they were algebraic binomials. That is I square equal to I equal to root of -1. What is I square? I square will be equal to -1. Isn't it? Hello? Yes. Okay. Yes, മുമ്പ് പഠിച്ചു. പഠിച്ചിട്ടുള്ള നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. That is z1 into z2. z1 equal to a plus ib and z2 equal to c plus id. Then z1 into z2 equal to, that is real part, a into c, ac minus bd. bd എങ്ങനെയാ വന്നത്? bi into di. I square equal to -1. So that will be the real part, right? Then imaginary part വരുന്നത് I into bc and I into ad. Right? ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ? 4 ടേംസ് ആർ ദെയർ. ഇവിടെ 2 ടേം ഉള്ള 2 നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദെയർ വിൽ ബി 4 ടേംസ്. ആ 4 ടേംസ് എന്താ വന്നിരിക്കുന്നത്? റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് അല്ലേ? ഹലോ, നമ്മൾ ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ, ഒന്നും ചെയ്യണോ? Now let us do one problem. Perform the indicator operations and write the results in the form a plus ib. 2 plus 3i the whole square. That is equal to 2 plus 3i into 2 plus 3i. Right?
Yes, ma'am. ഓക്കെ, ഈ പ്രോബ്ലം ഒന്ന് ചെയ്തേ. ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന പോലെ, ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ എന്താ പറയുക, എക്സ് പ്ലസ് വൈ ഇൻറ്റു എ പ്ലസ് ബി നമ്മൾ ചെയ്യത്തില്ല, അതുപോലെ ചെയ്യുക. ദെൻ റിയൽ പാർട്സിനെ ഒന്നിച്ചാക്കുക, ഇമാജിനറി പാർട്സിനെ ഒന്നിച്ചാക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരെണ്ണം ചെയ്തേ. കോംപ്ലക്സ് ഒരെണ്ണം ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആ ഇതിലോട്ട് ഒന്നുകൂടി ഒന്ന് എൻട്രി കിട്ടും. സോറി.
കിട്ടിയില്ലേ? ഹലോ, ഇത് കിട്ടി. നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് റിയൽ നമ്പറിനകത്ത് നമ്മൾ ഇത്രയും നാളും ചെയ്ത പോലെ അതേ കാര്യങ്ങളെല്ലാം ഇവിടെ ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ഐ എന്ന് പറയുന്ന വാല്യൂ വരുമ്പോൾ അതിന്റെ വാല്യൂ പുട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? എ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണെങ്കിൽ എന്താ? എ സ്ക്വയർ അല്ലേ? എ സ്ക്വയർ പ്ലസ് 2ab 2 into 3 into I, right? Plus b square 3i the whole square. Okay, so 2 square equal to 4 plus what is that? 2 into 2 4, 4 into 3 12, 12i plus 3i square. What is that? 9i square, right? Isn't it? So I square equal to -1. So 4 minus 9 plus 12i, which is equal to -5 plus 4 minus 9, -5 plus 12i. Isn't it? Yes, sir. അപ്പൊ നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ആപ്ലിക്കബിളാ. ഓക്കെ, ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Yes, sir. ഓക്കെ, ഇവിടെ ഇവിടെ അടുത്ത നോക്കിക്കേ. ഇത് നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഫോമിൽ എഴുതാം. അങ്ങനെ കൺഫ്യൂഷൻ വരുന്നവരുണ്ടെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി എന്നോ അങ്ങനെ. ഇത് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്താ പറയുന്നത്? എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് അല്ലേ? Then see, come to this one, root of 5 plus 7i into root of 5 minus 7i. Then the a plus b into a minus b form. A square minus b square, right? Mhm. See, this is a square minus b square form. Root 5 the whole square minus 7i the whole square. What is root 5 the whole square? That is 5. Then 7 minus 7i the whole square. What is that? 7 7 45 minus I square minus 7i the whole square. So minus 49 into I square. I square equal to -1. That is -1 plus 5 plus 49. Isn't it? Hello. ഓക്കെ, അപ്പം നമ്മുടെ മറ്റേ നമ്മൾ റിയൽ നമ്പറിൽ ഏതൊക്കെ ഫോർമുലകൾ ആപ്ലിക്കബിൾ ആണോ അത് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Yes, sir. Okay, now come to the multiplicative inverse of a non-zero complex number. If a plus ib not equal to 0 is any complex number, then there exists a complex number x plus iy such that the product of these two will be the multiplicative identity in C. ഓക്കെ, അതിലോട്ട് എങ്ങനെ വന്നിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അതേപ്പറ്റി ബോധർ ചെയ്യേണ്ട. യു ജസ്റ്റ് റിമെമ്പർ ദിസ് വൺ. ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ പ്ലസ് ഐ ബി ഈക്വൽ ടു what is that? A minus ib by a square plus b square. That means when we multiply these two we get, നമ്മൾ റിയൽ നമ്പറിലാണ് ഇങ്ങനെ പറയുന്നത്, നമ്മൾ എക്സിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1 by x, right? So when we multiply these two we get the identity value, multiplicative identity അല്ലേ? ഹലോ. Yes, sir. ഓക്കെ, സിമിലർലി എ പ്ലസ് ഐ ബിയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ഐ ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അത് മറന്നു പോകരുത്. ഈ ഒരു കാര്യം ഓർത്തിരിക്കണം മെമ്മറിയിൽ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ അടുത്ത ഡിവിഷനിലോട്ട് വരുമ്പോൾ നമുക്ക് വേണ്ടതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ. Yes, sir. Okay, now the division of complex numbers, that is z1 equal to x plus iy, z2 equal to a plus ib, then z1 divided by z2 will be equal to x plus iy by
a plus ib. See, this into 1 by the 1 by a plus ib, right? Isn't it? That is the multiplicative inverse of this one. Multiplicative inverse എന്ന് പറയുന്നത് എന്താണ്? 1 by a plus ib, right? So it will be 1 by a plus ib. So we can write it as, what is that? X plus iy into a plus ib divided by a square plus b square. Then we multiply. This is a real part. So a square plus b square common outside ചെയ്യുക. Then ഇത് രണ്ടും multiply ചെയ്യുക. രണ്ട് complex numbers. Then multiply ചെയ്തതിന് ശേഷം real part imaginary part separate ചെയ്ത് എഴുതുക. Is it clear? Yes, ma'am. Okay, ഒരെണ്ണം ചെയ്യണോ? If 1 minus I divided by 1 plus I equal to a plus b, show that a equal to 1 and b equal to 0. That is, which is equal to, show that 1 minus I by 1 plus I power 100 equal to 1. ചെയ്ത് നോക്കണോ? അത് തന്നെ ചെയ്തോളുവോ? That is, see, അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് നമുക്ക് ചെയ്തു വരിക. ഒന്നെങ്കിൽ ഇല്ലെങ്കിൽ ഇവർ ചെയ്തിരിക്കുന്നത് എന്താണ്? നേരെ 1 മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? ദെൻ സ്ക്വയർ എടുത്ത് എഴുതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവന്നാലും മതി. ദെൻ വി ഗെറ്റ് ഇൻ ദ റിസൾട്ട് വി ഗെറ്റ് ഐ റേസ് ടു 100. ഐ റേസ് ടു 100 എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ? 1 അല്ലേ? ഐ റേസ് ടു 1 ഈക്വൽ ടു ഐ. നമ്മൾ ആ റിസൾട്ട് എവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു? ഒന്നില്ലേ അതിലോട്ട്? എവിടെ ഒരു കണ്ടല്ലായിരുന്നു. ആ ഓക്കെ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഐ റേസ് ടു 1 ഈക്വൽ ടു ഐ, ദെൻ ഐ സ്ക്വയർ എത്ര വരും പിള്ളേരെ? -1, റൈറ്റ്? ഐ ക്യൂബ് ഈക്വൽ ടു എത്ര വരും? പറഞ്ഞേ. ഐ സ്ക്വയറിനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് മൈനസ് ഐ. ഓക്കെ, ദെൻ ഐ റേസ് ടു 4 I. minus I into I, that is minus I square, which is equal to I square equal to -1, which is equal to 1. 1. Isn't it? Yes. ഇനി വീണ്ടും I raised to 5 എന്ന് പറയുമ്പോൾ എന്ത് വരും? I ആവും. ഇനി വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. I raised to 5 equal to I. I raised to 6 equal to -1. Okay. I raised to 7 equal to -1. I raised to 8 എന്ന് പറയുമ്പോഴോ again 1. ഓക്കെ, അതായത് ഐ പവർ 4 വരുന്നിടത്ത് 1 എത്തും നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഐ റേസ് ടു 100 ഈക്വൽ ടു 1 എന്ന് എഴുതി. എന്തുകൊണ്ടാ? ഐ റേസ് ടു 100 ഈക്വൽ ടു ഐ റേസ് ടു 4 ഇൻറ്റു വരും. ഓക്കെ, നമ്മൾ ഈ ബുക്കിൽ തന്നെ എവിടെയോ റിസൾട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബുക്ക്. ഓക്കെ, ഞാൻ വരുമായിരിക്കും, നമ്മൾ ചെയ്തു വരുമ്പോൾ ചെയ്ത് കിട്ടുവരും. ഓക്കെ, നൗ കം ടു നെക്സ്റ്റ് വൺ. ഇഫ് എക്സ് ഈക്വൽ ടു if x equal to -2 minus 3i
find the value of 2x raised to 4, 5x cube plus 7x square minus x plus 41. Okay. We are given x equal to minus 2 plus minus 3i. Find the value of 2x raised to 4, 5x cube plus 7x square minus x plus 41. എങ്ങനെ നമ്മൾ സൊല്യൂഷനിലോട്ട് വരുന്നത്? സി തന്നിരിക്കുന്ന ഇക്വേഷൻ x equal to minus 2 plus minus 2 minus root of 3i. Okay. So we can write it as x plus 2 equal to minus root of 3i. Squaring, we get x plus 2 the whole square equal to right side. Left side in the square equal to right side in the square. Squaring both sides. Okay. So this is equal to a plus b the whole square form x square plus 2ab 2 into x 4x plus 2 square, which is equal to minus root 3 I square, which is equal to minus 3. Minus root 3 square എന്ന് പറയുന്നത് എത്ര വരും? 3 into I square equal to minus 1. So it is equal to minus 3. So we put minus 3 to the left. So we get x square plus 4x plus 7 equal to 0. Isn't it? I understand. Okay. See, our question is, if x equal to this one, then find the value of this one. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ using this result, ഈ എക്സിന്റെ വാല്യൂ യൂസ് ചെയ്തിട്ട് വേണം ഇതിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Okay. Now we have an equation, the quadratic equation, x square plus 4x plus 7 equal to 0. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട് നമ്മൾ വരിക. എങ്കിലേ നമുക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റൈറ്റ്? Is it clear? Yes, ma'am. Okay. Now come to this one. See, this is a polynomial of degree 4. Okay. And this is a polynomial of degree 2. That is the quadratic equation. Okay. Is it clear? So now we divide this equation by this one. Okay. This is more, this polynomial having the higher degree. Right? So this will be divided by this one. എങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ നടത്തുക? പഠിച്ചിട്ടുണ്ടോ? പോളിനോമിയൽ ഡിവിഷൻ. ഹലോ ഹലോ, പോളിനോമിയൽ ഡിവിഷൻ പഠിച്ചിട്ടില്ലേ? Yes, ma'am. ഓക്കെ. എങ്ങനെയാണ് ചെയ്യുന്നത്? ദിസ് 2x raised to 4 Remainder. x raised to 4 plus 5x cube plus നമ്മളെ മിസ്റ്റേക്ക് ഉണ്ടോന്ന് നോക്കണം, കാരണം നമ്മുടെ ഇതിനകത്ത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഒത്തിരി വരും. പ്ലസ് 41 divided by x square plus 4x plus 7. Okay. So it is equal to, ഇവിടെ ഫസ്റ്റ് നമ്മൾ ഏത് വരും? ക്വസ്റ്റ്യനില് this is 2x raised to 4. We have x square. So the first term will be 2x square. Right? Right? So we multiply this term by, as usual, നമ്മൾ ചെയ്യുന്ന ഡിവിഷൻ മെത്തേഡ് തന്നെ ഇവിടെ. ഇത് പോളിനോമിയൽ ആണെന്നുള്ള ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. Okay. So എന്താണ്? 2x square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. That is 2x raised to 4 plus 8x cube. This 7 into 2x square. That is 14x square. Subtracting, we get 2x square cancelled I. 5x cube minus 8x cube. That is equal to minus 3x cube. Usually നമ്മൾ ചെയ്യത്തില്ലേ? Yes, ma'am. ഡിവിഷൻ മെത്തേഡ് അത് തന്നെ. Then subtract ചെയ്യുക. So similar terms ആണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത്. 7x square minus 14x square. That is minus 7x square minus x minus 0. ഇവിടെ ടേം ഇല്ല. So minus x minus 0 equal to minus x plus 41 minus 0 equal to 41. Then again we look at this one. This is x square. This is minus 3x square. So the next term will be minus 3x. Then only the
this term will get cancelled. Okay. Okay. So the next term will be minus 3x. So multiply this equation, this expression by minus 3x. What is that? Minus 3x square and 4x into minus 3x, that is minus 12x square. 7 into minus 3x, that is minus 21x. Subtracting, what is that? This time will be 0. So 7x square minus 12x square, that is 7x square plus 12x square, that is 5x square. Then x minus 21x, x plus 21x, that is minus x plus 21x, that is 20x, then 41. Isn't it? Yes, ma'am. Okay. Now this term 5x square plus 20x plus 41. Look at this. This is x square. So the next term will be 5. Okay. Now we multiply this by 5. 5x square plus 5 into 4, 20x plus 35. So these two terms will get cancelled, subtracting. Then 41 minus 36, which is equal to 6. So the given expression is written in terms of this result, using the given result. So it will be equal to, see, this expression equal to product of these two plus the remainder. Okay, remainder is 6. So the product of these two plus 6, we get the given expression. Is it clear? Right? Is it clear? Yes, ma'am. നമ്മൾ സാധാരണ ഡിവിഷൻ മെത്തേഡ് നമ്മൾ ചെയ്യത്തില്ലേ? ഡിവിഷൻ ചെയ്യും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 9 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? 4 into 2, 8. Remainder is 1, which is less than 4. So we write 9 equal to 4 into 8 plus 1. അല്ലേ? Isn't it? അല്ലേ പിള്ളേരെ? ക്ലിയർ ആയോ? In the same way, ഇത് പോളിനോമിയൽ ആണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. So this is divided by this one. So this expression can be written in terms of this, that is product of these two plus the remainder. Is it clear? Okay. Now see, from the given result, we know that x square plus 4x plus 7 equal to 0. So this part is 0. 0 into this equal to 0. So the given expression which equal to 6. Is it clear? Yes, ma'am. That is the value of the given expression for x equal to the given value of x minus 2 minus root of 3i is 6. A sentence or you write this expression equal to 6. Is it clear? Yes, ma'am. Hello? Clear ആയില്ലേ? Ma'am. ഓക്കെ. അപ്പൊ ഇതൊന്ന് ചെയ്തേ, കാരണം നമ്മൾ ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് വരുമ്പോഴേ ഡിവിഷൻ പഠിക്കേണ്ടത്. അപ്പൊ അതൊന്ന് ചെയ്തു പോവാം. ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്തു പോകണം, കാരണം ഇവിടെ നമ്മൾ എഴുതുന്നതും സബ്ട്രാക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കിനും തെറ്റിപ്പോകരുത്. ആസ് യൂഷ്വൽ നമ്മൾ ഡിവിഷൻ മെത്തേഡ് ചെയ്യുന്ന പോലെ തന്നെ.
ഹലോ, ഇതാ ഞാൻ മുമ്പേ പറഞ്ഞ നമ്മുടെ ഐയുടെ പ്രോപ്പർട്ടീസ്. നമ്മൾ ചെയ്ത് നോക്കിയാൽ കിട്ടും, എന്നാലും ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക ആ ഒരു പാറ്റേൺ എങ്ങനെയാ പോകുന്നത്. I square equal to -1, I cube equal to -I raised to 4 equal to 1. Then again 1 -1 -I 1. ഓക്കെ, ഈ വെയിലാണ് ഈ പാറ്റേൺ പോകുന്നത്. I raised to minus ആണെങ്കിലോ I raised to -1 I raised to -2 -1, I raised to -3 and I raised to -4 1. പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഹലോ ഹലോ. യെസ് മാം. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇതെന്താ ടെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഞാനത് നോക്കിയപ്പോൾ എവിടെയോ കണ്ടിരുന്നു, ചെക്ക് ചെയ്ത് നോക്കിയതാ. ഓക്കെ, ഇത് ചെയ്തോളൂ.
കിട്ടിയോ പിള്ളേരെ? കംപ്ലീറ്റ് ആക്കിയോ? ഹലോ, കംപ്ലീറ്റ് ആക്കിയോ?
ഹലോ, കംപ്ലീറ്റ് ആക്കിയോ? ഹലോ, കംപ്ലീറ്റ് ആക്കിയോ പിള്ളേരെ? Yes, ma'am. Okay, that is how we divide the polynomial by another polynomial. Okay. Okay. ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. കോംപ്ലക്സ് നമ്പർ എടുത്ത് ചെയ്ത് നോക്കണം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, നമ്മൾ റിയൽ നമ്പേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ. Now come to the conjugate and modulus of a complex number. The definition, if z equal to x plus iy, where x and y are real numbers, and then the complex number x minus iy is called the conjugate of the z and is denoted by z bar. X plus iy corresponding ആയിട്ടുള്ള കോൺജുഗേറ്റ് എന്ന് പറയുന്നത് x minus iy. Okay, that is 2 plus 3i യുടെ കോൺജുഗേറ്റ് 2 minus 3i. 3 minus 4i യുടെ കോൺജുഗേറ്റ് 3 plus 4i. i യുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് മൈനസ് ഐ ആണ്. ഓക്കെ, നമ്മൾ ആ ഫിഗറിലോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. സി ഓക്കെ, കോംപ്ലക്സ് നമ്പർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ റിയൽ പാർട്ടിലാണ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? പി ഈക്വൽ ടു അല്ലേ, എക്സ് ആക്സിസിലെ ലെങ്ത് എക്സ്, വൈ ആക്സിസിലെ ലെങ്ത് ആണ് വൈ. ദാറ്റ് ഈസ് പി എക്സ് വൈ എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇനി നമ്മൾ സെയിം വേ ആണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, എക്സ് പ്ലസ് ഐ വൈ. ഇവിടെ ഈ വൈ ആക്സിസിനെ നമ്മൾ ഇമാജിനറി ആക്സിസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എക്സ് ആക്സിസ് നമ്മുടെ റിയൽ ആക്സിസ്. ഓക്കെ, ദിസ് ഈസ് എക്സ് പ്ലസ് ഐ വൈ. എക്സും വൈയും, വൈ ഈസ് ദ ഇമാജിനറി ലൈൻ ആണ്, അതുകൊണ്ടാണ് ഇമാജിനറി പാർട്ട് വൈയിൽ വന്നിരിക്കുന്നത്, ഐ വൈ. ദിസ് ഈസ് മൈനസ് ഇസഡ് കോൺജുഗേറ്റ്, ദാറ്റ് ഈസ് മൈനസ് ഓഫ് മൈനസ് വെളിയിലെടുത്ത് എക്സ് മൈനസ് ഐ വൈ വരും. ദിസ് ഈസ് മൈനസ്, ഇത് കോൺജുഗേറ്റ് ഇല്ല കേട്ടോ, മൈനസ് ഇസഡേ ഉള്ളൂ. ദിസ് ഈസ് മൈനസ് ഇസഡ്, റൈറ്റ് അല്ലേ? മൈനസ് വെളിയിലോട്ട് എടുത്ത് എക്സ് പ്ലസ് ഐ വൈ. Then this is conjugate. This is x plus iy alla, x minus iy. Okay. Okay, is it clear? Yes, ma'am. Okay. Since the points on the x-axis represent the complex number z with the imaginary part. Okay, x-axis is known as the real axis. Points on the y-axis represent the complex number, complex part. Also the imaginary axis. This plane is known as the Argand plane or Argand diagram or the complex plane or the Gaussian plane. നമ്മൾ സാധാരണ മറ്റേതാണെങ്കിൽ നമ്മൾ പ്ലെയിൻ എന്ന് പറയത്തുള്ളൂ, റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ. ഇവിടെ നമ്മൾ ആർഗൻ പ്ലെയിൻ എന്നാണ് നമ്മൾ പറയുന്നതിനെ, കോംപ്ലക്സ് നമ്പറിനെ, കോംപ്ലക്സ് പ്ലെയിനിനെ പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ കോൺജുഗേറ്റ് ഓഫ് ദ നമ്പർ. അതായത് അത് സിമ്മട്രിക് അബൌട്ട് വൈ ആക്സിസ് ആയിരിക്കും. See the points z and minus z conjugate are symmetric with respect to the point O, while the point z and z bar are symmetric with respect to the real axis. Okay. So that is what we mean by conjugate.
സിമെട്രിക് അബൌട്ട് ദ വൈ ആക്സിസിൽ വരുന്ന കറസ്പോണ്ടിങ് പോയിന്റ് ആണ് നമ്മൾ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് denoted by z bar, that is x minus iy. Now some properties of the conjugate. Conjugate ne korchu properties aanu paranjirikkunnu. Now come to the modulus of a complex number. That is, if z equal to x plus iy is a common, then the real number is called the modulus of the complex number, x square plus y square. Root of x square plus y square is called the modulus of the complex number. Actually modulus എന്ന് പറയുന്നത് that distance ആണ് actually. That is, modulus of z is denoted by the figure lo തന്നിട്ടുണ്ടല്ലോ. This distance, this OZ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞ മോഡുലസ് എന്ന് പറയുന്നത്. Okay, and is denoted by modulus of z. So x plus iy യുടെ modulus part എന്ന് പറയുന്നത് root of x square plus y square. ഈ റിസൾട്ട് ഓർത്തിരിക്കുക. If z is x plus iy, then modulus of z. Now these are some properties of the modulus. See, what about this one? Modulus of a minus ib equal to root of a square plus b square minus b square. അല്ലേ? The whole square വരും. ഇവിടെ രണ്ടും സെയിം വരും. മോഡുലസ് അതിന്റെ ഡിസ്റ്റൻസ്, മോഡുലസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് പാർട്ടാണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? മുന്നോട്ട് പോട്ടെ. ഹലോ ഹലോ, Yes, ma'am. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കിട്ടാനുള്ളതേ ഉള്ളൂ. വേറെ വലിയൊരു ഡെപ്തിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ദിസ് വൺ, ഇതാണ് നമ്മുടെ മോഡുലസ് പാർട്ട് ആക്ച്വലി. Note that OP equal to root of x square plus y square. Okay, actually a distance ആണ്. Let Pz represent the complex number x plus iy shown the complex plane. Recall that the modulus or the absolute value of the complex number is the length of OP. That is denoted by, thus if r equal to OP, we have നമ്മൾ അതിന്റെ corresponding ആയിട്ടുള്ള polar representation. Polar representation നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ? അവർക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ polar representation ചെയ്യുമ്പോൾ, see, ഈ പോയിന്റ് അല്ലെ എക്സ് ആക്സിസുമായിട്ട് സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ഈസ് ടേക്കൺ ആസ് തീറ്റ അല്ലേ? നമ്മൾ പോളാർ റെപ്രസെന്റേഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഒരു പോയിന്റിനെ എക്സ് ആക്സിസുമായിട്ട് സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ, ആ ആംഗിൾ ഈസ് ടേക്കൺ ആസ് തീറ്റ. സോ അവർ എക്സ് വിൽ ബി ഈക്വൽ ടു ആർ കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ബൈ ദ ഡെഫിനേഷൻ, ഇതെങ്ങനെ കിട്ടിയത്? ബൈ ദ ഡെഫിനേഷൻ ഓഫ് കോസ് തീറ്റ ആൻഡ് സൈൻ തീറ്റ. അല്ലേ? സൈൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ ഈക്വൽ ടു ദിസ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഹലോ, നമ്മൾ പണ്ട് പഠിച്ച കോസ് തീറ്റ സൈൻ തീറ്റ ഒക്കെ ഓർമ്മയുണ്ടോ പിള്ളേരെ? ട്രിഗ്നോമെട്രി. ഹലോ, ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് എഴുതിയത്. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് പോളാർ റെപ്രസെന്റേഷൻ അല്ലേ? പോളാർ റെപ്രസെന്റേഷൻ നമ്മൾ ഇത് പറയുന്നത് സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളുമായിട്ട് വരുന്നത്. Thus the complex number z can be written as z equal to x plus iy. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? This x equal to r cos theta, then y equal to r sin theta, which is equal to r into cos theta plus I sin theta. That is the
This is known as the polar form of the complex number. Is it clear? Yes, ma'am. Okay. Thus, r square എങ്ങനെയാ വന്നിരിക്കുന്നത്? x square plus y square equal to r square into x equal to r cos theta. So r square into cos square theta plus y equal to r sin theta. So y square equal to r square sin r square പുറത്തെടുത്തു. Cos square plus cos square theta plus sin square theta. What is that? We have a result. Sin square theta plus cos square theta equal to 1, which is equal to r square. Is it clear? Yes, ma'am. So the modulus r square equal to, in polar form, the modulus r square equal to x square plus y square, or r equal to c modulus of z എന്ന് പറഞ്ഞത്. പോളാർ ഫോമിലോട്ട് വരുമ്പോൾ that is r. Okay, is it clear? Yes, ma'am. See, z equal to അതിന്റെ modulus part, ആ length. This is r. Is it clear? Yes. Okay, now y by x equal to tan theta, that is tan theta equal to y by x. Theta is the argument of the complex number z equal to x plus iy. Then theta can be obtained by tan inverse y by x. X and y are the real and imaginary part of the numbers. Now come the power of a complex number, product of n complex numbers. That is, we have a result which says that by De Moivre's theorem, cos theta plus I sin theta raised to n equal to nth power of this equal to, this is ഇവിടെ x plus I y അല്ലേ, നമ്മൾ ഇതിന്റെ പോളാർ കോർഡിനേറ്റ് ആണ്. By De Moivre's theorem, this will be equal to cos n theta plus I sin n theta. ഈ റിസൾട്ട് ഓർത്തിരിക്കണം. Okay, is it clear? Yes, ma'am. Now പോട്ടെ, മുന്നോട്ട് പോട്ടെ. ഈ പ്രോബ്ലം ഒക്കെ തനിയെ ചെയ്തോളുകയല്ലേ? നമ്മുടെ പഴയ ട്രിഗ്നോമെട്രി എടുത്ത് നോക്കണം നിങ്ങൾ. ഇതിനകത്ത് നമ്മൾ ആർ കോസ് തീറ്റ, ആർ സൈൻ തീറ്റ, എക്സും വൈയും കൊടുത്തിട്ടുള്ളത്. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ കൊടുത്ത് ചെയ്തു വന്നതാണ്. ഇവിടെ നമ്മുടെ ആ റിസൾട്ടുകളൊക്കെ എടുത്തൊന്ന് നോക്കണം. തീറ്റ വാല്യൂ കറസ്പോണ്ടിങ് ഏതൊക്കെയാണ് നമ്മൾ വരുന്നത്? 0, 30, 45, 60, 90. ഓരോ ഡിഗ്രിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈൻ തീറ്റ, കോസ് തീറ്റ. ഓർക്കുന്നുണ്ടോ? സൈൻ 0 എത്ര പിള്ളേരെ? ഓർക്കുന്നോ? 0. Sin 0, 0. Then sin 30? 1. Sin 30 1 ആണോ? Sin 90 എത്രയാ? 1/2. Sin 30 പറഞ്ഞോ, ശരിയാ. 1/2. Sin 45? 1 by square root of 2. Then sin 60? square root of 3 by 2. Root 3 by 2. And sin 90 equal to 1. 1. നേരെ റിവേഴ്സ് ഓർഡർ. Cos 0 equal to 1.
cos 30 equal to root 3 by 2 and cos 45 equal to 1 by root 2. Then cos 60 equal to 1 by 2 and what about cos 90? 0. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന ആ റിസൾട്ടുകളാണ്. ഓക്കെ ഓക്കെ Is it clear? See നോക്കിയേ, നമ്മുടെ ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ കൊടുത്തപ്പോഴത്തേക്കിനും റൂട്ട് 3 ഈക്വൽ ടു 2 വന്നു. സോ കോസ് തീറ്റ 2 കോസ് തീറ്റ അല്ല കേട്ടോ, കോസ് തീറ്റ ഈക്വൽ ടു റൂട്ട് 3 by 2. Then what is theta? 30. ഈ ഇത്രയും റിസൾട്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കിട്ടും. ബട്ട് ഇതൊക്കെ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ടുകളാണ്. ഈ ഒരെണ്ണത്തിന്റെ മാത്രം ഓർത്തിരിക്കുക. ആണ് അതൊക്കെ ഇത്രയും ഓർത്തിരിക്കണം നമ്മൾ. ദെൻ സൈൻ തീറ്റ 1 by 2 വന്നിരിക്കുന്നത് എവിടെയാണ്? സെയിം 30 രണ്ടും. സോ ഇതാ തീറ്റ വാല്യൂ ഈക്വൽ ടു 30 അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു തീറ്റ വാല്യൂ കണ്ടുപിടിക്കുന്നത്? ബൈ ടാൻ ഇൻവേഴ്സ് y by x. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് y by x. എക്സും വൈ നമുക്കുണ്ട്, റൈറ്റ്? ഇതിനെ നമുക്ക് തീറ്റ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ സി ആ വാല്യൂസ് കൊടുത്ത് നമുക്ക് ഇവിടെ എന്തൊരു പ്രൂഫ് ആയിരുന്നു, ഡിമോസ് തിയറിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. റൂട്ട് 3 പ്ലസ് ഐ ദ ഹോൾ ക്യൂബ് ബൈ ഡിമോസ് തിയറം റൈസ് ടു n എന്ന് പറയുന്നത് എന്താണ്? കോസ് n തീറ്റ ദിസ് വൺ ബൈ ഡിമോസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റിസൾട്ട് ഇതാണ് ഡിമോസ് തിയറം പറഞ്ഞിരിക്കുന്നത്. സോ ഈ റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യണം. അതായത് തന്നിരിക്കുന്നതിനെ നമ്മൾ ആർ കോസ് തീറ്റ പ്ലസ് ആർ സൈൻ തീറ്റ ഫോമിലോട്ട് എഴുതണം. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഫോമിലാക്കി കൊണ്ടുവരണം. ഓക്കെ, റൈസ് ടു 3 എന്ന് തന്നിരിക്കുമ്പോൾ എങ്ങനെ വരും? കോസ് 3 തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഫോമിലോട്ട്. ആ n ഈക്വൽ ടു 3 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിനെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് എടുക്കണം തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്. ഓക്കെ, ദെൻ അപ്ലൈ ദ ഡിമോവേഴ്സ് തിയറം. എങ്കിലും നമുക്ക് ഡിമോവേഴ്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് മാം. ഓക്കെ, അപ്പൊ അത് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ എല്ലാം കൂടി ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പോവുക. ഓക്കെ, കം ദ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. അത് നമ്മൾ എല്ലായിടത്തും കയറി വരുന്നുണ്ട് ഈ കാര്യം. എന്താണ് ഈ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വി അസ്യൂം ദാറ്റ് എക്സ് ഈസ് ദ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി അല്ലേ? റൈറ്റ്. സോ ഇതിനെ നമ്മൾ 3 മൾട്ടിപ്ലൈ ചെയ്യുക, പവർ ആക്കി. സോ എക്സ് ക്യൂബ് ഈക്വൽ ടു 1 കിട്ടും. സോ വി ഹാവ് ആൻ ഇക്വേഷൻ എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ ടു 0. Is it clear? Yes ma'am. Okay. Now we know that by trial and error method നമ്മൾ ക്യൂബിക് ഇക്വേഷനിലോട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട് അടുത്തയിലായിട്ട്. അവിടെ ഇതിനെ നമുക്കറിയാം ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ എക്സിന്റെ വാല്യൂ കൂട്ടി എക്സ് ഈക്വൽ ടു 1 സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? ദിസ് ഇക്വേഷൻ, ദിസ് എ ക്യൂബിക് ഇക്വേഷൻ എക്സ് ക്യൂബ്. ബാക്കി രണ്ട് ടേം ആബ്സെന്റ് ആയി എന്നുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് ടേമും കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. സോ വി നോ ദാറ്റ് എക്സ് ഈക്വൽ ടു 1 വിൽ സാറ്റിസ്ഫൈ. എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? അല്ലേ? ഹലോ. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ. നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ എക്സ് ക്യൂബ് മൈനസ് 1നെ എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ ഡിവിഷൻ ചെയ്തില്ലേ പോളിനോമിയലിന്റെ? ദാറ്റ് ഈസ് സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോവുക. എക്സ് ക്യൂബ് മൈനസ് 1നെ നമ്മൾ എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര വരും? എക്സ് സ്ക്വയർ അല്ലേ? സോ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 വരും. റൈറ്റ് അല്ലേ? അടുത്തത് ഏത് വരും? പ്ലസ് എക്സ്. സോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇത് 0 ആകും. 0 മൈനസ് എക്സ്, എക്സ് മൈനസ് 1. സോ ഇവിടെ എക്സ് മൈനസ് 1 ആണ്. സോ ഇറ്റ് വിൽ ബി 1.
So x minus 1, 0. Okay. So it can be written as x cube minus 1 can be written as x minus 1 into this is not x cube, this is x square. X square, see, product of these two. Remainder 0 ആയില്ലേ? ഹലോ, ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളെ. ഹലോ ഹലോ. Yes, ma'am. ഓക്കെ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യും പിള്ളേരെ. സോ ഇറ്റ് വിൽ ബി, നമ്മൾ എന്ത് എഴുതും? Product of these two equal to 0. So either the first term equal to 0 or the second term is equal to 0. Okay. So either x minus 1 equal to 0 means x equal to 1. Cube root of unity എന്ന് പറഞ്ഞാൽ that has 3 values. അല്ലേ? അല്ലേ? Okay. Hello. Is it clear? Yes, ma'am. Okay. And second one is a quadratic equation. So the x will be minus b equal to 1, a equal to 1, b equal to 1, c equal to 1. So minus b plus or minus root of b square minus 4 into a into 1. 4ac ആണ് എഴുതിയിരിക്കുന്നത്. Divide by 2. That is equal to minus 1 plus or minus 1 minus 4 root of minus 3 by 2. Which is equal to minus 1 plus or minus I root 3 by 2. Okay. So the 3 roots of unity are, that is the cube roots of unity are 1. ആദ്യം നമ്മളൊരു 1 കിട്ടിയിട്ടുണ്ട് നമുക്ക്. സെക്കൻഡ് ഏതാണ്? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. minus 1 plus I root 3 by 2. അതാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് എഴുതി. ദിസ് ഈസ് 1 റൂട്ട്. ഓക്കെ, ദിസ് ഈസ് 1 റൂട്ട്, ദിസ് ഈസ് സെക്കൻഡ് റൂട്ട്, ദിസ് ഈസ് ദ തേർഡ് വൺ. ഓക്കെ, ആൻഡ് വി ഡിനോട്ട്, see, this is by omega. This is omega. And see, when we square it, omega square, see, this is the second part. When we consider ഇതാണെങ്കിൽ ഇതിന്റെ square will be ഇതായിരിക്കും. Or we take omega as minus 1 by 2 plus root 3 by 2. This is also negative, കേട്ടോ, not plus. Okay. See, minus അല്ലേ? Okay. Is it clear? സോ നമ്മൾ ആ ക്യൂബ്, ഇത് നമ്മൾ പലയിടത്തും നമുക്ക് ഈ റിസൾട്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആർ 1 ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ. ഓക്കെ, ആക്ച്വലി ഈ വാല്യൂ നമ്മൾ റെപ്രസെന്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഒമേഗ കൊണ്ട്. ഇതാണ് ആക്ച്വലി അതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ. അപ്പോൾ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടികളുണ്ട്. ഞാനിത് ചെയ്തു വന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മെട്രിക്സിന്റെ അകത്തും പലയിടത്തും ഈ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി കയറി വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ കിട്ടി എന്നുള്ളതൊന്നും അറിയണം, അതിന്റെ പ്രോപ്പർട്ടി അറിയണം. That is the product of these three. Omega cube equal to 1. Right? Is it clear? Yes, ma'am. Okay. Okay, these are all about the complex numbers. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ആ ഡിവിഷനിലോട്ട് വരും. നമ്മൾ ഡിവിഷൻ ഒന്നുകൂടി കയറി വരുന്നുണ്ട് നമ്മുടെ ബൈനോമിയൽ ഇക്വേഷനിലോട്ട് വരുമ്പോഴത്തേക്കിനും. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കോംപ്ലക്സിലെ മറ്റേ പ്രിലിമിനറി പാർട്ട് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കണം, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ, ഹലോ, നമ്മുടെ അടുത്ത യൂണിറ്റിലോട്ട് പോവുക. ഹലോ. Okay, ma'am. Okay. Now come to the
ഇക്വേഷൻസ്. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ക്യൂബിക് ആൻഡ് ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. Algebra objectives. Now, an equation of the form ax square plus bx plus c, where a, b, c are real numbers, a not equal to 0. Provide the condition, that is quadratic equation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പവർ എക്സിന്റെ പവർ 2 ആയിരിക്കണം അല്ലേ, അതിന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അതിന്റെ കോഎഫിഷ്യന്റ് 0 ആകാൻ പാടില്ല. ബാക്കി കോഎഫിഷ്യന്റുകളൊക്കെ 0 ആയിക്കോട്ടെ, നമുക്ക് നോ പ്രോബ്ലം. ഈ ടേം പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, is it clear? Yes, ma'am. Okay. Now, quadratic equation, two solutions are ഏതാണ്? minus b plus or minus root of b square minus 4ac divided by 2a. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് minus b plus and minus b minus. ഓക്കെ, അതെങ്ങനെ കിട്ടിയെന്ന് കാണിച്ചിരിക്കുന്നതാണ്. അതിലോട്ടൊന്നും നമ്മൾ കൂടുതൽ ബോധർ ചെയ്യേണ്ട. നമുക്ക് ദിസ് ദാറ്റ് ഈസ് our equation is of the form ax square plus a b c എന്താന്ന് ഓർത്തോണം. a എന്ന് പറയുന്നത് coefficient of x square, b is the coefficient of x and c is the constant part, provided a should not be equal to 0. Then the solutions are given by this formula is the quadratic formula, minus b plus or minus root of b square minus 4ac divided by 2a. Okay. Hello, and b square minus 4ac, this is known as the discriminant of the expression, that is that determines the nature of the solution. That is b square minus 4ac equal to 0. Then if we denote alpha and beta by okay, one solution is taken as alpha and we denote the second one as beta. So alpha and beta are equal roots ആയിരിക്കും. They are real and equal ആയിരിക്കും when the discriminant equal to 0. And when the discriminant b square minus 4ac greater than 0, they are real ആയിരിക്കും but distinct ആയിരിക്കും. Two distinct real numbers. And when b square minus 4ac less than 0 negative ആണെങ്കിൽ they are two distinct complex numbers ആയിരിക്കും. Is it clear? Yes, ma'am. Okay. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിമിനന്റ് അതിനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, നൗ കം ടു ദ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ്. ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ ആൻഡ് ബീറ്റ ആർ ദ ടു റൂട്ട്സ് ഓഫ് ദ quadratic equation ax square plus bx plus c equal to 0. Then remember these two results, alpha plus beta, sum of the roots equal to ഏതാണ്? minus b by a. minus b എന്ന് പറയുന്നത് ഏതാണ്? എക്സിന്റെ കോഎഫിഷ്യന്റിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, divided by a. And product of the roots alpha beta equal to c by a. ഓക്കെ, ഇതൊക്കെ നമ്മൾ സ്കൂളിങ്ങിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എങ്കിലും ഓർത്തിരിക്കുക. Is it clear? Yes, ma'am. Sum of the roots and the product of the roots. Now forming the quadratic equation whose roots are alpha and beta is formed by x minus alpha into x minus b. At alpha and beta are the roots means x minus alpha is a factor, x minus beta is another factor. Alle, when we multiply these two factors we get the given equation, that is x square minus alpha plus beta into x plus alpha beta equal to 0. That is എങ്ങനെ നമ്മൾ ഫോം ചെയ്യുന്ന ആൽഫ ബീറ്റ ആർ ദ ടു റൂട്ട്സ് നമുക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദ റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ഈക്വൽ ടു 0. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇത് ഓർത്തിരിക്കണം കേട്ടോ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും മറന്നുപോകല്ലോ. ഇസ് ഇറ്റ് ക്ലിയർ? ഇപ്പോൾ രണ്ട് റൂട്ട് നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുന്നത്? x square minus sum of the roots into x plus product of the roots equal to 0. Is it clear? Yes. Okay. See some examples. Alpha beta root ആണെങ്കിൽ find the values of. See
ഈ വാല്യൂ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ തന്ന് വാല്യൂ കണ്ടുപിടിക്കാൻ പറയാം. ആൽഫ ബീറ്റ തന്നിട്ടുണ്ട്, അതിന്റെ ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അതിനെ എല്ലാ ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് ആൽഫ ബീറ്റ പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു എന്ന് പറയുന്ന ഒരു ടേമിലോട്ട് കൊണ്ടുവരാൻ നോക്കുക, എല്ലാത്തിനെയും സിംപ്ലിഫൈ ചെയ്ത്. ഓക്കെ, ദെൻ നമുക്ക് ആ വാല്യൂ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഇവിടെയാണെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ നമുക്ക് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ അതിനെ ഇൻ ടേംസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റയിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കുക സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഹലോ, Yes, ma'am. ഓക്കെ, അതുപോലെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരിക. Now find the quadratic equation with the real coefficients and with the following pairs of roots. Okay. ഒരെണ്ണം ചെയ്ത് നോക്കാം നമുക്ക്. ദാറ്റ് ഈസ് നമുക്ക് രണ്ട് റൂട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുന്നത്? We have a result which says x square minus sum of the roots into x plus product of the roots equal to 0. അതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, റൈറ്റ്? ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 3/5 ആൻഡ് -4/3. ദെൻ ഫസ്റ്റ് എന്ത് നമ്മൾ ചെയ്യും? സം ഓഫ് ദ റൂട്ട്സ് അല്ലേ? ഓക്കെ, ദെൻ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ്, then the corresponding quadratic equation equal to x square minus sum of the roots into x plus product of the roots. Simplify ചെയ്യുക, എഴുതുക. Is it clear? ഹലോ, ക്ലിയർ ആയ പിള്ളേരെ? Is it clear? Yes, ma'am. ഓക്കെ, now ഈ പ്രോബ്ലം ഒന്ന് ചെയ്തേ. നമ്മളിങ്ങനെ പറഞ്ഞു പോയാൽ നമ്മുടെ മെമ്മറിയിൽ അത് രജിസ്റ്റേർഡ് ആവത്തില്ല. ഒരെണ്ണം ചെയ്തു പോവാ. ഫൈൻഡ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിത്ത് ദ കോഎഫിഷ്യന്റ്. ഇതെല്ലാം ചെയ്തൊന്ന് നോക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള, അതായത് ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്ത് വരണം. സം ഓഫ് ദ റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ടും കണ്ടുപിടിക്കുക, അതേ ഉള്ളൂ അതിൻ്റെ അത് ശരിക്കും. ദെൻ ഈ ഫോമുലയിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, ചെയ്തേ, ഫസ്റ്റ് വൺ ചെയ്തേ.
ചെയ്തോ? ഹലോ, കംപ്ലീറ്റ് ആക്കിയോ? ഇല്ല, ചെയ്തോണ്ടിരിക്കുക. ഓക്കെ. നമ്മൾ പ്രാക്ടീസ് കുറവുകൊണ്ടല്ല, നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചെയ്തു പോയനും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ കാര്യം ഒന്ന് മനസ്സിലുണ്ടാവണം. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, എങ്കിലും നമുക്കത് സ്പീഡിലും ചെയ്യണം, പക്ഷെ കറക്റ്റ് ആവുകയും ചെയ്യണം, തെറ്റിപ്പോ പാടില്ല. ഇതിന് ഒറ്റ വഴിയേ ഉള്ളൂ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. സോറി.
കംപ്ലീറ്റ് ആക്കിയോ? ഹലോ, ഓൾമോസ്റ്റ്. മുന്നോട്ട് പോവാം. ആ. 1-2 കാര്യങ്ങളൂടി പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. സം ഓഫ് ദ റൂട്ട്സ് ഇത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് രണ്ടെണ്ണം തന്നിരിക്കുന്നത്. ഇതൊക്കെ വരുമ്പോൾ കാൽക്കുലേഷൻ കുറച്ചുകൂടി ഇതിലോട്ട് വരും. സം ഓഫ് ദ റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ടും ചെയ്ത് നേരെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്താൽ മതി. സമ്മും പ്രോഡക്റ്റും ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ കുറച്ചുകൂടി കെയർഫുൾ ആവണം. സോറി. ഓക്കെ, see some other examples. The two roots of the equation now come to okay. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്, നമ്മൾ അതിൽ നിന്ന് നോക്കി ചെയ്തുകൊണ്ടിരിക്കുക. ഡിറ്റർമൈൻ ഇതെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്, എന്നാലും ഡിറ്റർമൈൻ കെ ഈസ് വൺ ഓഫ് ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ കെ ഇൻറ്റു എക്സ് ഈസ് കെ if one of the roots of the equation is double the other. Okay, ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ വൺ ഓഫ് ദ റൂട്ട് ഈസ് ഈക്വൽ ടു ഡബിൾ ദ അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ് റൂട്ട് എടുക്കാതെ എങ്ങനെ എടുക്കാൻ പറ്റും? നമുക്ക് ആൽഫ ആൻഡ് 2 ആൽഫ എന്ന് പറഞ്ഞ് നമ്മൾ റൂട്ടിനെ അസ്യൂം ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് എഴുതുക. ദെൻ വി അസ്യൂം ദാറ്റ് വൺ ഓഫ് ദ റൂട്ട് ഈസ് ഡബിൾ ദ അതർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, ഹലോ. Yes, ma'am. Yes, ma'am. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലും ജോമെട്രിക് പ്രോഗ്രഷനിലും ഒക്കെ പറഞ്ഞ പോലെ ദെൻ ഇറ്റ് വിൽ ബി മോർ ഈസി. കിട്ടുകയില്ലെന്നല്ല, മറ്റേ നമ്മൾ ആൽഫ ബീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാലും കിട്ടുകയില്ലെന്നല്ല, പക്ഷേ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം ഇവിടെ ഒരൊറ്റ കോൺസ്റ്റന്റ് മാത്രമേ വരുന്നുള്ളൂ, ആൽഫ മാത്രമേ വരുന്നുള്ളൂ, അല്ലേ? ദെൻ സം ഓഫ് ദ റൂട്ടും ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. ദെൻ സം ഓഫ് ദ റൂട്ടും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ടും എഴുതുമ്പോൾ ദാറ്റ് വിൽ ബി ഇൻ ടേംസ് ഓഫ് ആൽഫ. അതായത് ഫസ്റ്റ് ഇക്വേഷൻ ഒരൊറ്റ ഇക്വേഷൻ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കിയേ. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ax² പ്ലസ് bx പ്ലസ് c എന്ന് പറയുന്ന ഫോമിലോട്ട് കൊണ്ടുവരിക ക്വാഡ്രാറ്റിക് ഇക്വേഷനെ. ദെൻ അസ്യൂം ദാറ്റ് ദ റൂട്ട്സ് ആർ ആൽഫ ആൻഡ് 2 ആൽഫ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ആൽഫ പ്ലസ് 2 ആൽഫയും ആൽഫ ഇൻറ്റു 2 ആൽഫയും കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് വിൽ ബി ഇൻ ടേംസ് ഓഫ് കെ. അതിനെ നമ്മൾ കൊണ്ടുവരിക, വാല്യൂ പുട്ട് ചെയ്ത് ആൽഫ ഈക്വൽ ടു ആൽഫയുടെ ഇവിടെ 3 ആൽഫ വന്നിട്ടുണ്ട്. ഈ ആൽഫ ഇതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തപ്പോൾ കെയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ റിലേഷൻഷിപ്പ് തരുന്നതിൽ നമുക്ക് നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാ മിനിമൈസ് ചെയ്യാൻ പറ്റുമോ ആ രീതി മിനിമൈസ് ചെയ്ത് തന്നെ കൊണ്ടുപോവുക. അതാകുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാവും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ഇവിടെ റൂട്ട്സ് എടുത്തിരിക്കുന്നു. ഒരെണ്ണത്തിന് സ്ക്വയർ ആന്ന് പറഞ്ഞപ്പോഴേ ആൽഫ ആൻഡ് ആൽഫ സ്ക്വയർ എന്ന് എടുത്തു. Okay, now come to the other set of examples. ഇവിടെ നോക്കിയേ, the sum of the squares of two numbers is 233 and one of the number is 3 less than twice the other. Find the numbers. Usually നമ്മൾ ഇഷ്ടംപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ ഇഷ്ടംപോലെ വരുന്ന കാര്യങ്ങളാണ്, അല്ലേ? എങ്ങനെ ചെയ്യും പിള്ളേരെ അത്? സം ഓഫ് ദ squares of two numbers is 233. One of the number അതിന് ഒരു കണ്ടീഷൻ കൊണ്ട് നമുക്ക് തരും, എങ്കിലും നമ്മൾ അത് മുന്നോട്ട് പോകത്തുള്ളൂ, അല്ലേ? ഓക്കെ, എങ്ങനെ ചെയ്യും നമ്മള്? That is, one of the number is x, the second number will be 3 less than twice the other. Twice the number is 2x, 3 less than twice the other എന്ന് പറഞ്ഞാൽ x and 2x minus 3 are the numbers.
Okay. We take the numbers as one is if take one as x and the relationship between other is 3 less than twice the other. So x and 2x minus 3 are the numbers. Is it clear? Then it is given that the sum of the squares of the two numbers is 233. Then x square plus this is second number 2x minus 3 the whole square equal to 233. Now expanding we get a quadratic equation. Solving we get the value of x will be 2. So in the 2 situation we can identify the value of SAR. Okay. Is it clear? Hello? Yes, ma'am. Okay. അപ്പോൾ ഇതുകൂടി ചെയ്ത് നമുക്ക് നിർത്താം. കാരണം നമ്മൾ അടുത്ത ദിവസം നമുക്ക് ക്യൂബിക് ഇക്വേഷനിലോട്ടൊക്കെ പോകാം. ജസ്റ്റ് ഒന്ന് എഴുതി വാ. എൻ്റെ മുഴുവൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എങ്ങനെ നമ്മൾ നമ്പറിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതെന്നൊന്ന് എഴുതിക്കേ. ഫസ്റ്റ് വൺ ദ സം ഓഫ് ദ ബാക്കി എല്ലാം അതുപോലെ തന്നെ എഴുതി വരണം. അതുപോലെ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ നമ്പേഴ്സിനെ എങ്ങനെ എടുക്കേണ്ടത്? 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്പേഴ്സിന് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 എന്ന് നമുക്ക് എടുക്കാം. ദിസ് ഈസ് വൺ വേ അല്ലേ? പക്ഷെ അതിലും വളരെ ഈസി ആയിരിക്കും നമ്മൾ എങ്ങനെ എടുത്താൽ എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 1. Okay. Then and a square sum of the squares എടുക്കുമ്പോൾ എങ്ങനെ വരും? x minus 1 the whole square plus x square plus x plus 1 the whole square equal to what is that? 110. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്. ദാൻ ദിസ് ഈ നമ്പറിനേക്കാളും വളരെ എളുപ്പമായിരിക്കും ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാൻ. Isn't it? Yes, ma'am. ഓക്കെ. അപ്പോൾ ആ നമ്പറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ഈസിനെസ്. നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചിട്ട് എടുക്കുക നമ്പറുകളൊക്കെ തരുമ്പോൾ. റിലേഷൻഷിപ്പ് അവിടെ നമുക്ക് തരും. ആ റിലേഷൻഷിപ്പ് തരുമ്പോൾ നമ്മൾ ദ നമ്പർ ഓഫ് വേരിയബിൾസ് ഏറ്റവും മിനിമൈസ് ചെയ്യാൻ തന്നെ നോക്കി ചെയ്ത് കൊണ്ടുവരിക. നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് വേയിൽ എങ്ങനെ അതിനെ കാൽക്കുലേഷനിലോട്ട് എത്തിക്കുക, എളുപ്പത്തിൽ ചെയ്യാന്നുള്ളത് ആലോചിച്ച് തന്നെ എടുക്കുക. നമ്മൾ ഏത് വേയിൽ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടും. ബട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും അതിൻ്റെ ഈസിനെസ്. ഓക്കെ. ജസ്റ്റ് ഇതിന് ആദ്യത്തെ പാർട്ട് മാത്രം എഴുതിയാൽ മതി, ബാക്കി നിങ്ങൾ തനിയെ ചെയ്താൽ മതി. ഓക്കെ. എങ്ങനെ നമ്മൾ നമ്പേഴ്സ് എടുക്കുന്നു എന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഞാൻ. Yes, ma'am. Good with that. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ മനസ്സിലാവും എങ്ങനെയാണ് അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്നുള്ളത്.
Okay. Hello. Ayo. Yes, ma'am. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ പ്രോബ്ലം എങ്കിലും ഓരോന്നിൽ നിന്ന് ഒരെണ്ണം എങ്കിലും നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരെണ്ണാണെങ്കിലും ചെയ്തു പോക്കും. അപ്പോൾ നിങ്ങളുടെ മെമ്മറി അതങ്ങ് രജിസ്റ്റേർഡ് ആവും ഇന്ന് തന്നെ നിങ്ങളത് ചെയ്താൽ. ഓക്കെ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നാളെ നമ്മൾ ക്യൂബിക് ആൻഡ് ബൈക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് നമ്മൾ വരും. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇപ്പം ഇത് ചെയ്ത പോലെ തന്നെ ഇതിനകത്ത് ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് ചെയ്തു പോവാം. പിന്നെ നമ്മൾ പിന്നീട് നമ്മൾ അടുത്ത ഇൻഇക്വാളിറ്റിയിലോട്ട് പോകും. ദെൻ അടുത്ത ദിവസം വരുമ്പോൾ നിങ്ങളത് പ്രത്യേകം ഓർക്കുക. നാളെ വരുമ്പോൾ നമ്മൾ കാൽക്കുലസ് പഠിച്ച ഓർമ്മയുണ്ടോ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ഇൻ്റഗ്രൽ കാൽക്കുലസ്. സോറി, ഇക്വേഷൻ അല്ല, ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആൻഡ് ഇൻ്റഗ്രൽ കാൽക്കുലസ്. കാൽക്കുലസ് പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. Yes, ma'am. ഓക്കെ. അപ്പോൾ ആ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമുലകളെല്ലാം ഒന്ന് ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടേ വരാവുള്ളൂ. കാരണം നമ്മൾ അതിന് ടൈം ഒത്തിരി പോകും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മൾ പഠിച്ച ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചത് ജസ്റ്റ് ഒന്ന് ആ ഫോർമുലകൾ ഒന്ന് എഴുതിക്കൊണ്ട് വരിക. അല്ല, കാൽക്കുലസിൻ്റെ അകത്തെ ഡിഫറൻസിയേഷൻ്റെ അകത്തെ ഫോർമുലകൾ, ഇൻ്റഗ്രേഷൻ്റെ അകത്തെ ഫോർമുലകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എളുപ്പമുണ്ടാകും. നമുക്ക് ക്ലാസ് അല്ലേ, നമ്മൾ ഒത്തിരി ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്ലോക്ക് കൂടി കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് വെക്ടറും ലീനിയർ പ്രോഗ്രാമിങ്ങും ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ നാളെ എന്തായാലും കാൽക്കുലസ് സ്റ്റാർട്ട് ചെയ്യും. ഇത് നമുക്ക് വലിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇത് കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർക്കാനുള്ളതേ ഉള്ളൂ, ഈ 2 യൂണിറ്റിലെ കാര്യങ്ങൾ. ഓക്കെ, അതോടെ നമ്മുടെ ഈ ബ്ലോക്ക് തീരും. അടുത്ത ബ്ലോക്ക് നമുക്ക് കാൽക്കുലസ് ആണ്. അതിൻ്റെ അകത്ത് ഡിഫറൻസിയേഷൻ്റെ ഇൻ്റഗ്രേഷൻ്റെയും ഫോർമുലകൾ എഴുതിക്കൊണ്ട് കാണും. കാരണം ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ ചെയ്യാനുണ്ട്, അതിൻ്റെ കൂടെ അതിൻ്റെ ആപ്ലിക്കേഷനും ഉണ്ട്. ഓക്കെ, ഹലോ. അപ്പോൾ നാളെ അത്രയും ചെയ്തിട്ടേ വരാവുള്ളൂ കേട്ടോ.
അത്ര എഴുതിക്കൊണ്ടേ വരാവുള്ളൂ, അല്ലെ നമ്മൾ വളരെ സ്ലോ ആയിപ്പോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോർഷൻ തീരത്തില്ല. ഓക്കെ, ക്ലാസ് നിർത്തട്ടെ? Yes, ma'am. ഓക്കെ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. Thank you. Good night.